ജോലിക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കടന്നലാക്രമിച്ചു രക്ഷിക്കാനെത്തിയ KET പ്രവർത്തകനും കുത്തേറ്റു. കടന്നൽ കുത്തേറ്റ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട KET പ്രവർത്തകൻ സലീം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുത്രത്താണിയിൽ കഴിഞ്ഞ ദിവസമാണ് കടന്നലാക്രമണം ഉണ്ടായത്. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. വ്യാഴാഴ്ച ഉച്ചയോടെ ജോലി നിർത്തി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ആദവനാട് പഞ്ചായത്ത് 4-ാം വാർഡിലെ ഓടായപ്പുറത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കടന്നൽ കൂട്ടത്തോടെ ആക്രമിച്ചത്. തേനീച്ച കടന്നലാണ് ആക്രമിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കുടുംബശ്രീ ADS അടക്കം 3 പേർക്കും രക്ഷിക്കാനെത്തിയ കേരള എമർജൻസി ടീം പ്രവർത്തകനും കടന്നലിന്റെ കുത്തേറ്റു. 2-4 വാർഡുകളിലെ ADS മഞ്ജുഷ തുറക്കൽ, തൊഴിലാളികളായ സുബൈദ നെയ്യത്തൂർ, മൊയ്തീൻ എന്നിവർക്കാണ് കുത്തേറ്റത്. രക്ഷിക്കാനെത്തിയ KET പ്രവർത്തകനായ സലീം തൊഴിലാളിക്കും കുത്തേറ്റു. തേനീച്ച കടന്നലിന്റെ കൂട്ടിൽ പരുന്തു വന്ന് കൊത്തിയതോടെ കൂടിളകി മഞ്ജുഷയുടെയും സുബൈദയുടെയും തലയിലൂടെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ കടന്നലുകൾ ഇരുവരെയും പൊതിയുകയും ചെയ്തു. KETയുടെ സജീവ പ്രവർത്തകനായ സലീമിന്റെ ഇടപെടലാണ് ജീവൻ രക്ഷിച്ചതെന്ന് മഞ്ജുഷ പറഞ്ഞു. അപ്പോൾ താത്ത പറഞ്ഞു, ഒരു പരുന്ത് ഞങ്ങൾ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് പരുന്തിനെ കണ്ടുകൊണ്ട് പറക്കണത് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ലേനു. ഞങ്ങൾ 3 ആൾ, ഒരു ഏട്ടനും ഉണ്ട്, ഒരു താത്തയുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതേപോലെ ഇവർ പെട്ടെന്ന് അങ്ങോട്ട് ഓടി. ഇവരെ മേലേക്ക് വന്നു, ഇവർ പെട്ടെന്ന് അങ്ങോട്ട് ബാക്കോട്ട് ഓടി. ഞാനാണെങ്കിലും മുന്നോട്ടേക്കാണ് അവിടെ പാഞ്ഞത്. അങ്ങനെ അവിടെ ഓടി ഞാൻ നല്ല ശബ്ദത്തോട് കൂടിയാണ് ഞാൻ ഏളിയിട്ട് ഓടി വരുന്നതിൻ്റെ ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ എന്നെ മൊത്തം അങ്ങോട്ട് പൊതിഞ്ഞു, എൻ്റെ മേലാകെ പൊതിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ തേനീച്ചയുടെ കുത്തേറ്റ സലീം തൊഴിലാളി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. പുന്നത്തല 4-ാം വാർഡിൽ താമസിക്കുന്ന തൊഴിലുറപ്പ് പരിപാടിയിലേക്ക് കൂടുതൽ ആളുകൾ അവിടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ചെന്നായിരുന്നു ഞാൻ ചെന്ന് രക്ഷാപ്രവർത്തനം ചെന്നപ്പോൾ ആ 10 പേർക്കും ഈച്ച കുത്തുന്നതായി കണ്ട് അവിടെ വെപ്രാളപ്പെട്ട് ഓടുന്നു കണ്ടപ്പോൾ ഒരു സ്ത്രീ നിലവിളിച്ച് വരുന്നതും കണ്ടു. ആ കണ്ടതിനാൽ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ ഇടപെടുകയും തൊഴിലാളിൻ്റെ പ്രവർത്തനം ആ ലൈറ്റർ കൊണ്ടുവന്നതിന് അവിടെയുള്ള സംവിധാനത്തോടുകൂടെ തീ കത്തിച്ച് അവരെ തുരത്തി ഈച്ചനെ പറഞ്ഞയക്കുകയും. തക്ക സമയത്ത് സലീമിന്റെ ഇടപെടലാണ് കടന്നലിനെ തുരത്താൻ സഹായിച്ചത്. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് സലീം തന്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിച്ചത്. കേരള വിഷൻ, പുത്തനത്താണി.